ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു കടായിലേക്ക് ചിക്കൻ നിരത്തി വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചെറുതായി അരിഞ്ഞ മല്ലിച്ചെപ്പും സവാളയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഏലക്കായ, പട്ട, ഗ്രാമ്പൂ എന്നിവയും 5 മാഗി ക്യൂബ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഓൾറെഡി ഇതിൽ മാഗി ക്യൂബ്സിൽ ഉപ്പുണ്ടായതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് റൈസ് വേവിക്കാനായി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ചിക്കൻ സ്റ്റോക്ക് മാറ്റി വയ്ക്കാം, അവസാനം ചോറിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട്. ചോറ് ഏകദേശം 3/4 വേവായിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാറ്റി വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 5-6 പച്ചമുളക് വെച്ച് കൊടുക്കാം. ഇനി അത് അടച്ച് ലോ ഫ്ലെയിമിലൊന്ന് വെക്കാം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇനി ഞാനതൊന്ന് സ്മോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം, തക്കാളി ചമ്മന്തി. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 2 തക്കാളി, ഒരു പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു സവാള, കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനി വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.